കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് വാച്ചസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ നോർമൽ ഡയൽ വരുന്ന നോർമൽ വാച്ചാണ്. അതിൻ്റെ ഡയൽ വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു സ്ക്രഞ്ചീസ് വാച്ചാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ചിനെ എങ്ങനെ ഇതുപോലൊരു അടിപൊളി സ്ക്രഞ്ചീസ് വാച്ചാക്കി ഉപയോഗിക്കാമെന്നാണ് കേട്ടോ. നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. പല കളറിലെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടി കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള തുണി എടുക്കാൻ നോക്കാം കേട്ടോ. ഒരുപാട് കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് ഭംഗി വരില്ല, നമുക്ക് തയ്ക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റെഡ് കളർ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒരു തുന്നൽ കൊടുക്കണം. മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈത്തുന്നൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂചി നൂലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല കുനുകുനാന്ന് ഒട്ടും ഡിസ്റ്റൻസ് ഒരുപാട് വിടാതെ ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ തുണിയുടെ രണ്ട് സൈഡ് നമ്മളിതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തുണിയുടെ ചീത്ത വശം നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ലൈൻ ഇടേണ്ട വീതി എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ആ ഒരു സ്ട്രാപ്പിനേക്കാളും കുറച്ചും കൂടെ ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഈ ഒരു ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ലൈൻ ഇട്ടതിന് ശേഷം ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ചതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഒന്നും വിടാതെ സൂചി നൂലും വെച്ചിട്ട് കുനുകുനാന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധികം വന്നിട്ടുള്ള ആ ഒരു തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമില്ല. അതിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ തയ്ച്ചതിനേക്കാളും അതിനോട് ചേർത്ത് വെച്ച് കട്ട് ചെയ്യരുത്. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്ത തുണിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ തുണീനെ ഇതുപോലെ നല്ല വശത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കുഴൽ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് എടുക്കാം. അത് ഞാൻ കയ്യിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി കെട്ടുന്നത് എങ്ങനെയാണോ അതിനേക്കാളും കുറച്ച് ഒരു കട്ടയും കൂടി ഒന്ന് ലൂസാക്കി ഇട്ടിട്ട് വേണം കെട്ടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാനിപ്പോൾ 6ാമത്തെ ഹോളിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ 6ാമത്തെ ഹോളിലാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്കിത് ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് വീണ്ടും ഇത് നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ കെട്ടിയപ്പോൾ 6ാമത്തെ ഹോളിലാണ് കെട്ടിയത്. ഇപ്പോൾ ഞാൻ ഒരു കട്ടയും കൂടെ വിട്ടിട്ട് 7ാമത്തെ ഹോളിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിരിക്കണം. നമുക്ക് നമ്മൾ ചെയ്തെടുത്ത ആ ഒരു തുണി ഇതിലേക്ക് കയറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീതിയും കൂടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇടുമ്പോൾ ടൈറ്റായി പോകും. അതുകൊണ്ടാണ് ഒരു 2 കട്ട അഡീഷണലി വിട്ടിട്ടാണ് ഞാൻ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വാച്ചിൽ സ്ട്രാപ്പ് ഊരുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ട്രാപ്പ് ഇതുപോലെ ഒരു സൈഡ് മാത്രം ഊരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ലോക്കൽ സ്മാർട്ട് വാച്ചാണ്. ഇതിൽ ഇതുപോലെയാണ് സ്ട്രാപ്പ് ഊരിയെടുക്കുന്നത്. ഇതിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഇതുപോലത്തെ വാച്ചിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ അതേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണി നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ സ്ട്രാപ്പിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ കുറച്ച് തുണി എടുത്തിട്ട് ഇതുപോലെ കുഴൽ പോലെ തയ്ച്ച് വെച്ചിരുന്നാൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ട് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ട്രാപ്പിലേക്ക്. ചുരുണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്ക്രഞ്ചീസൊക്കെ കയ്യിലിടുന്നത് പോലെ തന്നെ നമുക്ക് വാച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ വാച്ച് റെഡി ആയിട്ടുണ്ട്. ആ തുണി എല്ലാ സ്ഥലത്തേക്കും ഒരേ രീതിയിൽ നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നേരിട്ട് കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ബട്ടൺ പോലെ ഇടുന്നതായതുകൊണ്ട് തനിച്ചിടാനായിട്ട് കുറച്ച് പാടായിരുന്നു. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. നമ്മുടെ കയ്യിലിടുമ്പോഴത്തേക്കും ഒരു അടിപൊളി സ്ക്രഞ്ചി സ്മാർട്ട് വാച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ പല തുണികൾ വെച്ചിട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.